കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ക്രൈസ്തവർക്ക് ഭിന്നതയെ മറികടക്കാനും ഐക്യത്തിന്റെ ശക്തമായ ബന്ധങ്ങൾ രൂപപ്പെടുത്താനും കഴിയും മാർപ്പാപ്പ. പുതിയ മെത്രാപ്പോലീത്തമാർക്ക് മാർപ്പാപ്പ പാലിയം സമ്മാനിക്കും. കത്തോലിക്ക സ്കൂൾ ചാപ്പലിൽ നിന്ന് ദിവ്യകാരുണ്യം മോഷ്ടിച്ചു. നൈജീരിയയിലെ ദേവാലയങ്ങളിൽ നിന്ന് 168 പേരെ തട്ടിക്കൊണ്ടുപോയി. കത്തോലിക്ക കോൺഗ്രസിന്റെ 108 വർഷങ്ങളുടെ ആഘോഷം മാർച്ചിൽ. വാർത്തകൾ വിശദമായി. ക്രൈസ്തവർക്ക് ഭിന്നതയെ മറികടക്കാനും ഐക്യത്തിന്റെ ശക്തമായ ബന്ധങ്ങൾ രൂപപ്പെടുത്താനും കഴിയും മാർപ്പാപ്പ. മനുഷ്യന്റെ അന്തസ്സിനോടുള്ള ആദരവ് നഷ്ടപ്പെടുകയും യുദ്ധം വീണ്ടും പ്രചാരത്തിലായതായും തോന്നുന്ന ചരിത്ര നിമിഷത്തിൽ നമ്മൾ സമാധാനത്തിനായി പ്രാർത്ഥിക്കണം. പിതാവിനെ വെളിപ്പെടുത്തുന്ന യേശുവിന്റെ മനുഷ്യത്വം നീതിയുടെയും അനുരഞ്ജനത്തിന്റെയും പാതകൾ കണ്ടെത്താൻ നമ്മെ സഹായിക്കട്ടെ, പാപ്പ ആശംസിച്ചു. ജനുവരി 21-ാം തീയതി ബുധനാഴ്ചയിലെ പൊതു കൂടിക്കാഴ്ചയുടെ അവസരത്തിൽ സന്ദേശം നൽകുകയായിരുന്നു മാർപ്പാപ്പ. പുതിയ മെത്രാപ്പോലീത്തമാർക്ക് മാർപ്പാപ്പ പാലിയം സമ്മാനിക്കും. വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ ദിനത്തിൽ പുതിയ മെത്രാപ്പോലീത്തമാർക്ക് മാർപ്പാപ്പ പാലിയം സമ്മാനിക്കും. അജപാലന അധികാരത്തിന്റെ പ്രതീകമായിട്ടാണ് പാലിയം നൽകുന്നത്. 6 കറുത്ത പട്ടുകുരിശുകൾ കൊണ്ട് നെയ്ത വെളുത്ത കമ്പിളിയുടെ ഇടുങ്ങിയ പട്ടയാണ് പാലിയം. കത്തോലിക്ക സ്കൂൾ ചാപ്പലിൽ നിന്ന് ദിവ്യകാരുണ്യം മോഷ്ടിച്ചു. മഹാരാഷ്ട്ര നാഗ്പൂരിലെ സെന്റ് ക്ലാരറ്റ് സ്കൂളിൽ ചാപ്പലിൽ നിന്ന് അക്രമികൾ ദിവ്യകാരുണ്യം മോഷ്ടിച്ചു. സക്രാരി അപഹരിച്ച മോഷ്ടാക്കൾ അതിനുള്ളിലുണ്ടായിരുന്ന ദിവ്യകാരുണ്യവും കൊണ്ടുപോവുകയായിരുന്നു. ജനുവരി 14-നാണ് ദുഃഖകരമായി ഈ സംഭവം നടന്നത്. 30,000 രൂപയും മോഷണം പോയി. ക്ലരീഷ്യൻ മിഷണറിമാരുടെ മേൽനോട്ടത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. നൈജീരിയയിലെ ദേവാലയങ്ങളിൽ നിന്ന് 168 പേരെ തട്ടിക്കൊണ്ടുപോയി. ക്രൈസ്തവ മതപീഡനങ്ങൾക്ക് പേരുകെട്ട നൈജീരിയയിൽ നിന്ന് വീണ്ടും ക്രൈസ്തവ വേട്ടയുടെ മറ്റൊരു വാർത്ത കൂടി. ജനുവരി 19-ാം തീയതി നൈജീരിയയിലെ 3 ദേവാലയങ്ങളിൽ നിന്നായി 168 പേരെ തോക്കുധാരികൾ തട്ടിക്കൊണ്ടുപോയി. ആകെ 117 പേരെയാണ് തട്ടിക്കൊണ്ടുപോയത്. അതിൽ ചിലർ തിരികെ വന്നിട്ടുണ്ട്. എന്നാൽ 168 പേരെ കുറിച്ച് യാതൊരു വിവരവുമില്ല. മോചനദ്രവ്യം ആവശ്യപ്പെട്ട് കൂട്ടത്തോടെ ക്രൈസ്തവരെ തട്ടിക്കൊണ്ടുപോകുന്നത് നൈജീരിയയിൽ പതിവായി മാറിയിരിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസിന്റെ 108 വർഷങ്ങളുടെ ആഘോഷം മാർച്ച്. സീറോ മലബാർ സഭയുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് രൂപീകൃതമായതിന്റെ 108 വർഷങ്ങളുടെ ആഘോഷം മാർച്ച് 13-14 തീയതികളായി കണ്ണൂരിൽ നടക്കും. ഇതോടനുബന്ധിച്ച് ജന്മദിന മഹാറാലി, അന്താരാഷ്ട്ര സമ്മേളനം തുടങ്ങിയ വിപുലമായ പരിപാടികൾ നടക്കും. 44 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ ചടങ്ങുകളിൽ പങ്കെടുക്കും. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി അടുത്ത ചൊവ്വാഴ്ച കണ്ടുമുട്ടാം. നന്ദി.